ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഗ്രീൻ പീസും അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ഗ്രീൻ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഫ്രോസൺ ഗ്രീൻ പീസാണ്. അപ്പോൾ നിങ്ങൾ സാധാരണ ഗ്രീൻ പീസാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക കേട്ടോ. വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, കുതിർത്തിയിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ചെറിയ ബൗളിന് കണക്കാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി അതേ അളവ് തന്നെ നമുക്ക് ക്യാബേജ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തും കൂടെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ബീറ്റ്റൂട്ട് ചേർക്കണില്ല. ഇനി ഇതിലേക്ക് നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടെ ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾ സാധാരണ ഗ്രീൻ പീസ് ആണെങ്കിൽ കുതിർത്തണം കേട്ടോ. വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തിയിട്ട് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. എന്നാലേ നമുക്കിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ലപോലെ തന്നെ ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ കുതിർക്കാണ്ട് ഒരിക്കലും യൂസ് ചെയ്യരുത്. അതുപോലെ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കാശ്മീരി ചില്ലിയൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കളറൊക്കെ കിട്ടും കേട്ടോ. വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ മല്ലിയില നിർബന്ധമൊന്നുമില്ല കേട്ടോ. മല്ലിയില ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ ഞാനിവിടെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ മല്ലിയില ചേർക്കണ്ട. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടലപ്പൊടിയാണ് ആവശ്യമായിട്ടുള്ളത്. കടലപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ വേണേലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുറേശ്ശെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൻ്റെ ആ ഒരു നനവ് കാരണം തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കുറേശ്ശെ കടലപ്പൊടി ഇട്ടിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നോക്കാം. കൈ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നൊരു പാകമാവുന്ന സമയത്ത് നമുക്ക് പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അതുവരെ പൊടി കുറേശ്ശെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെ കുറേശ്ശെ ഇട്ടിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പിടിക്കാൻ പറ്റുന്ന ആ ഒരു സമയത്ത് നമുക്ക് പിന്നെ മാവ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുവരെ നിങ്ങൾ കുറേശ്ശെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പാകത്തിന് നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റണം കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമ്മൾ കടലപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കടലപ്പൊടിക്ക് പകരം ഞാൻ പറഞ്ഞല്ലോ മൈദ വേണേലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കടലപ്പൊടിയാണ് ചേർത്തിട്ടുള്ളതെന്ന് മാത്രം. ഇനി നമുക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ല. ഓയിലോ വെളിച്ചെണ്ണയോ നന്നായിട്ട് ചൂടാക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഉരുട്ടിയിട്ട് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ കുറച്ചിങ്ങനെ പരത്തിയിട്ട് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വളരെ നന്നായിട്ട് നമുക്ക് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതുപോലെ പരത്തിയിട്ട് ഫ്രൈ ചെയ്യുകയാണ് നല്ലത് കേട്ടോ. ഉരുട്ടിയിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഉൾഭാഗം കുറച്ച് കട്ടിയായിട്ടാവുമല്ലോ ഇരിക്കുക. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഒരു ഭാഗം റെഡിയാകുന്ന സമയത്ത് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല പോലെ ഫ്രൈ ആക്കിയിട്ട് നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ബാക്കിയെല്ലാം നമുക്കിതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. ഇതിൽ ഗ്രീൻ പീസ് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് സൂപ്പർ ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.